ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മുടെ 30-30 ചലഞ്ചിലെ ഡേ 18ലാണ് നമ്മൾ എന്നുള്ളത്. നമ്മൾ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ 18th ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ, അതായത് ഡേ 18ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇന്നും നമുക്ക് സാധാരണ ഉള്ള പോലെ തന്നെ 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കൂ. കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും മാക്സിമം. കാരണം GK ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ അവർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 18ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ത്രിപുരയിലെ ക്ഷേത്രശില്പ സമുച്ചയം ഏത് എന്നുള്ളതാണ് ചോദ്യം. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ത്രിപുരയിലെ ക്ഷേത്രശില്പ സമുച്ചയം ഏത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? ഉനക്കോടി ക്ഷേത്രശില്പ സമുച്ചയമാണ് കേരള പൈതൃക പട്ടികയിൽ ഇടം നേടിയ ത്രിപുരയിലെ ക്ഷേത്രശില്പ സമുച്ചയം. ഉനക്കോടി ക്ഷേത്രശില്പ സമുച്ചയം ആണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ത്രിപുരയിലെ ക്ഷേത്രശില്പ സമുച്ചയം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു കുഞ്ഞ് ജനിച്ചാൽ 3 ലക്ഷം രൂപ പാരിതോഷികം നൽകാൻ തീരുമാനിച്ച രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ജപ്പാനാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ 3 ലക്ഷം രൂപ പാരിതോഷികം നൽകാൻ വേണ്ടി തീരുമാനിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. ഓക്കെ, ജപ്പാനിലാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ 3 ലക്ഷം രൂപ പാരിതോഷികമായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള രാജ്യം. തേർഡ് ക്വസ്റ്റ്യൻ, റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ചിത്രം. റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ചിത്രം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? വിടരും മുൻപേ എന്നുള്ള ചിത്രമാണ് റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ചിത്രം. ഏതായിരുന്നു? വിടരും മുൻപേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഫോർത്ത് വൺ. ഒട്ടകത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഒട്ടകത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലമാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ബിക്കനീർ ആണ് ഒട്ടകത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. ബിക്കനീർ ആണ് ഒട്ടകത്തിൻ്റെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഒഞ്ച് എവിടുത്തെ ആദിവാസി വിഭാഗമാണ്? ഒഞ്ച് എന്നുള്ളത് എവിടുത്തെ ആദിവാസി വിഭാഗമാണ് എന്നാണ് ചോദ്യം. എവിടുത്തെ ആദിവാസി വിഭാഗമാണ് ഒഞ്ച്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ ആദിവാസി വിഭാഗമാണ് ഒഞ്ച്. എവിടുത്തെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ ആദിവാസി വിഭാഗമാണ് ഒഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. സെവൻത്ത് ക്വസ്റ്റ്യൻ, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം. വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ വില്ലോ മരങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്ന വില്ലോ മരങ്ങൾ പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. എവിടെയാണ് കൂടുതൽ വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ സംസ്ഥാനം? ജമ്മു കാശ്മീരാണ് വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ സംസ്ഥാനം. ഈ വില്ലോ മരങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒട്ടകത്തിൻ്റെ നാട് ബിക്കാനീർ. ഒഞ്ച് ആദിവാസി വിഭാഗം എവിടുത്തെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ.
ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കാം. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏത് സംസ്ഥാനമാണ് കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? മധ്യപ്രദേശാണ് കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. 9th ക്വസ്റ്റ്യൻ. കർഷകരുടെ സ്വർഗം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. കർഷകരുടെ സ്വർഗം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ്? തഞ്ചാവൂരാണ് കർഷകരുടെ സ്വർഗം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. ഏതായിരുന്നു കർഷകരുടെ സ്വർഗം? തഞ്ചാവൂരാണ് തമിഴ്നാട്ടിലെ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ. കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന ജയിൽ. കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന ജയിൽ ഏതാണ്? സെല്ലുലാർ ജയിലാണ് കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന ജയിൽ. സെല്ലുലാർ ജയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th വൺ. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏത് ക്ഷേത്രമാണ് കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത്? ഒഡീഷയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th വൺ. കബഡിയുടെ ജന്മനാട്. കബഡിയുടെ ജന്മനാട് ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നാണ് കബഡി വന്നിട്ടുള്ളത്. കബഡിയുടെ ജന്മനാട് ഏതാണ്? ഇന്ത്യയാണ്. 13th വൺ. കർണാടക സംഗീതത്തിൻ്റെ പിതാവ്. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ആരാണ്? പുരന്ദരദാസനാണ് കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പുരന്ദരദാസനാണ് കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. 14th ക്വസ്റ്റ്യൻ. 2023 സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് ഏത് പോലീസ് സ്റ്റേഷനാണ് എന്നാണ് ചോദ്യം. ഏത് പോലീസ് സ്റ്റേഷനാണ്? കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് 2023 സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. 15th ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ്? നിർമ്മല സീതാരാമനാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത. നിർമ്മല സീതാരാമൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th വൺ. നമീബിയയിൽ നിന്നും മധ്യപ്രദേശിലെ ഏത് ദേശീയ ഉദ്യാനത്തിലേക്കാണ് ചീറ്റപ്പുലികളെ എത്തിച്ചത്? നമീബിയയിൽ നിന്നും മധ്യപ്രദേശിലെ ഏത് ദേശീയ ഉദ്യാനത്തിലേക്കാണ് ചീറ്റപ്പുലികളെ എത്തിച്ചത് എന്നാണ് ചോദ്യം. ഏത് ഉദ്യാനത്തിലേക്കാ? കുനോ ദേശീയ ഉദ്യാനത്തിലേക്കാണ് നമീബിയയിൽ നിന്നും മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനത്തിലേക്ക് ചീറ്റപ്പുലികളെ എത്തിച്ചത്. കുനോ ദേശീയ ഉദ്യാനത്തിലേക്കാണ് നമീബിയയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് ചീറ്റപ്പുലികളെ എത്തിച്ചത്. ഏത് ദേശീയ ഉദ്യാനത്തിലേക്കാണ് എന്നാണ് ചോദ്യം. കുനോ ദേശീയ ഉദ്യാനത്തിലേക്കാണ് ചീറ്റപ്പുലികളെ എത്തിച്ചത്. 17th ക്വസ്റ്റ്യൻ. ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്? ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്? ഏത് രാജ്യത്തേക്കാണ്? ഫിലിപ്പൈൻസിലേക്കാണ് ഇന്ത്യ ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്. ഫിലിപ്പീൻസിലേക്കാണ് ആദ്യമായി ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്. 18th ക്വസ്റ്റ്യൻ. സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? ഏത് സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്ന പേരിലാണ് സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഔദ്യോഗിക സ്ഥാനപ്പേരിൽ അറിയപ്പെടുക. ഏത് പേരിലാണ്? സിവിൽ ജഡ്ജി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അറിയപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19th വൺ.
ചന്ദ്രനെ ചുറ്റാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡെന്നിസ് ടിറ്റോ ആണ് ചന്ദ്രനെ ചുറ്റാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി. ഡെന്നിസ് ടിറ്റോ ആണ് ചന്ദ്രനെ ചുറ്റാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി. ഓക്കെ, 20th ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഓന്ത് ഏതാണ്? വടക്കൻ കങ്കാരു ഓന്താണ് 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തരം ഓന്ത്. ഏത് തരം? പുതിയൊരു തരം ഓന്ത് 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തി. അത് ഏതാണ് എന്നാണ് ചോദ്യം. വടക്കൻ കങ്കാരു ഓന്താണ് 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഓന്ത്. 21st ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ തുളസീവനം ആരംഭിച്ച ജില്ല. കേരളത്തിലെ ആദ്യ തുളസീവനം ആരംഭിച്ച ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യ തുളസീവനം കേരളത്തിൽ ആരംഭിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കേരളത്തിലെ ആദ്യ തുളസീവനം ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. 22nd ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്നാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. എവിടെയെന്നാണ്? കണ്ണൂരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യനാണ്. 2023 ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ പൂർണിമ ദേവി ബർമൻ ആണ് 2023 ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ പൂർണിമ ദേവി ബർമൻ ആണ് ഈ ഒരു അവാർഡ് നേടിയ വ്യക്തി. 24th ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ നഗരം. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ നഗരം ഏതാണ്? കൊൽക്കത്തയാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ നഗരം. കൊൽക്കത്ത. 25th ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന മണിപ്പൂരിലെ തടാകം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ലോക്തക് തടാകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന മണിപ്പൂരിലെ തടാകത്തിൻ്റെ പേര് എന്ത് എന്നാണ് ചോദ്യം. ഏതാണ്? ലോക്തക് തടാകമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന മണിപ്പൂരിലെ തടാകത്തിൻ്റെ പേര് ലോക്തക് തടാകം എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി. കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി ആരാണ്? എൽദോസ് പോൾ ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി. എൽദോസ് പോൾ. ഓക്കെ, 27th ക്വസ്റ്റ്യൻ. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളവരെ കണ്ടുപിടിക്കുന്നതിന് പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്പറേഷൻ യെല്ലോ എന്ന പേരിലുള്ള ഒരു പദ്ധതിയാണ് അനർഹമായി മുൻഗണനാ കാർഡ്, അതായത് മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളവരെ കണ്ടുപിടിക്കുന്നതിന് പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ യെല്ലോ എന്നുള്ളത്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആര് എന്നാണ് ചോദ്യം. ആരാണ്? മാഗ്നസ് കാൾസൺ ആണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയ വ്യക്തി. ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിൽ കാണികളുടെ എണ്ണത്തിൽ ലോക റെക്കോർഡ് സൃഷ്ടിച്ച സ്റ്റേഡിയം ഏത് എന്നാണ് ചോദ്യം. ഏത് സ്റ്റേഡിയമാണ്? മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിൽ കാണികളുടെ എണ്ണത്തിൽ ലോക റെക്കോർഡ് സൃഷ്ടിച്ച സ്റ്റേഡിയം. മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഓക്കെ, 30th ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. UN അന്താരാഷ്ട്ര വർഷങ്ങൾ 2026, അതായത് UN അന്താരാഷ്ട്ര വർഷങ്ങൾ 2026 പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ്, then International Year of Volunteers for Sustainable Development,
ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദി വുമൺ ഫാർമർ. 2026 എന്ന വർഷത്തിൻ്റെ UN അന്താരാഷ്ട്ര വർഷത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒന്ന്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ് ആൻഡ് പാസ്റ്ററലിസ്റ്റ് ആണ്. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാർമർ. ഈ 3 കാര്യങ്ങളാണ് 2026 UN അന്താരാഷ്ട്ര വർഷങ്ങളിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ എത്രാമത്തെയാണ്? ഡേ 18 നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 30th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഇത് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡേ 19 നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.